ഇങ്ങനൊരു മനുഷ്യൻ കടന്നുപോയ യാതനകൾ, അദ്ദേഹം അനുഭവിച്ച അനുഭവങ്ങൾ, അദ്ദേഹം ഫൈറ്റ് ചെയ്ത സർക്കംസ്റ്റാൻസസിനെ സിനിമാറ്റിക്കലി റീക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡീപ്പ് സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാകുക തന്നെ വേണം. 2009 ഇവരുടെ ബിഗിനിങ് ഡിസ്കഷൻ തൊട്ടേ ഈ ലവ് സീൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കറക്റ്റ് ക്ലാരിറ്റി ബ്ലെസ്സേട്ടനുണ്ടായിരുന്നു. ലെജൻഡറി പന്തരായൻ സാറിൻ്റെ ശിഷ്യനായ ബ്ലെസ്സിച്ചേട്ടൻ്റെ ഒരു പ്രണയത്തിൻ്റെ സങ്കല്പങ്ങളുടെ എല്ലാ മാനിഫെസ്റ്റേഷനും ഈ സിനിമയിലുണ്ട്. ഒരു സിനിമയുടെ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനം ആ സിനിമ വന്ന് കാണുകയും ആ സിനിമയോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് പൈസ. അതെൻ്റെ കരിയറിൽ എപ്പോഴും വെൻ ഐ ലുക്ക് ബാക്ക് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു ചിത്രമാണത്. ഫ്രെയിമുകൾ മനോഹരമായതുകൊണ്ടൊരു സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്വഭാവമോ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത കഷ്ടപ്പാടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കേണ്ടത്, ഗോകുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചും കൂടിയാണ് സംസാരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥാപാത്രം നമ്മളെ അത്ര അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ നമ്മളെ തന്നെ ത്യജിക്കുക എന്ന് പറയുന്ന അമ്മയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സുപ്രിയ അത് മനസ്സിലാക്കി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. മുണ്ട് മടക്കി കുത്തി സ്റ്റണ്ട് ചെയ്യുന്നൊരു ലാലേട്ടൻ ഉണ്ടാവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹാപ്പി ടു മീറ്റ് യു എന്ന് പൃഥ്വിരാജ്, അമലപ്പോൾ. ഒരു പുസ്തകം, അതൊരാൾ ജീവിച്ച ജീവിതത്തെ അതേപോലെ പകർത്തി വെക്കുന്നൊരു പുസ്തകം. ആ പുസ്തകം പിന്നീട് സിനിമയാവുന്നു. പക്ഷേ ഏറ്റവും വലിയ ചലഞ്ച് അവിടെ നിൽക്കുന്നത് ആ പുസ്തകത്തിൽ എന്തെഴുതിയെന്ന് മലയാളികൾക്ക് ഒരുപാട് പേർക്കറിയാം. അവർ അത്രമാത്രം വായിക്കപ്പെട്ടൊരു പുസ്തകം, അത് എല്ലാവർക്കും അറിയാം. ആ പുസ്തകത്തിൽ അയാൾ നടത്തിയ നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടതയുള്ള യാത്ര, സുന്ദരമായ യാത്ര, ആ യാത്രകളെല്ലാം മലയാളിക്കറിയാം. അത് ഏറ്റവും വലിയ ചലഞ്ചാണ് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം, അത് ആക്ട് ചെയ്യുന്ന നടനെ സംബന്ധിച്ചിടത്തോളം. ആ ചലഞ്ച് എത്രമാത്രം പൂർണ്ണതയിൽ പൂർത്തീകരിച്ചിട്ടാണ് ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? അറിയില്ല എന്നാണ് ഉത്തരം. അത് 28-ാം തീയതി പ്രേക്ഷകർ പറയണം. സ്വാഭാവികമായിട്ടും അതൊരു ചലഞ്ച് തന്നെയാണ് എന്നുള്ളത് വളരെ നേരത്തെ ബ്ലെസ്സിച്ചേട്ടനും ഞാനും തിരിച്ചറിഞ്ഞ വസ്തുതയാണ്. മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച് പോയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ടുള്ള പുസ്തകങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ജീവിതങ്ങളിലൊന്ന്, അതാണല്ലോ നമ്മളൊരു സിനിമാവിഷ്കാരണത്തിലൂടെ ഇന്ന് ആടുജീവിതം എന്ന സിനിമയാക്കി വരുന്നത്. പക്ഷെ ഇതിൽ രണ്ട് കാര്യങ്ങൾ വളരെ നേരത്തെ മനസ്സിലാക്കിയത്, ഒന്ന്, പുസ്തകം അതുപോലെ സിനിമയാക്കാൻ സാധിക്കില്ല. പുസ്തകം ഒരു 43 അധ്യായങ്ങളുള്ള വളരെ ഡീറ്റെയിൽഡായിട്ട് ഉള്ളൊരു അയാളുടെ ലൈഫിൻ്റെയും അനുഭവിച്ച യാതനകളുടെയും ഒരു ഡോക്യുമെൻറ്റേഷൻ വിത്ത് ഫിക്ഷൻ എന്ന് പറയുന്ന ബെന്യാമിൻ ഇമാജിനേഷനിൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. അത് ആ ഡീറ്റെയിലിങ്ങിൽ തന്നെ ഒരു സിനിമയാക്കപ്പെടണമെങ്കിൽ ഒരു 10-12 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സിനിമയായിട്ട് മാത്രമേ അതിനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്, ഒരിക്കലും നമുക്ക് വായനക്കാരുടെ സങ്കല്പത്തിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഈ സിനിമ കാണിച്ചിട്ട് നിങ്ങൾ സങ്കല്പിച്ച മസർ തെറ്റാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ കണ്ട മരുഭൂമി തെറ്റാണ് എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു സിനിമാറ്റിക് അഡാപ്റ്റേഷനിൽ ബ്ലെസ്സിച്ചേട്ടൻ ശ്രമിച്ചിട്ടുള്ളത് ഈ നജീബ് എന്ന വ്യക്തിയുടെ ഒരു ഇമോഷണൽ ആർക്കുണ്ട്. അദ്ദേഹം ഈ 3-3.5 വർഷങ്ങൾ അവിടെ അനുഭവിച്ച യാതനകളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ മെറ്റമോർഫസിസ് ഉണ്ട്. അതിനൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ട് ആ വൈകാരിക തലങ്ങളുമായിട്ട് ഒരു പ്രേക്ഷകനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിനിമയുടെ പിന്നിലെ ഏറ്റവും വലിയ ചോദ്യം. അതിൽ ഞങ്ങൾ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് 28-ാം തീയതി സിനിമ റിലീസാകുമ്പോൾ പ്രേക്ഷകരാണ് പറയേണ്ടത്. ഞങ്ങളുടെ അറ്റംപ്റ്റിൽ ബ്ലെസ്സിച്ചേട്ടനും ഞാനും സംതൃപ്തരാണ്. ഈ സിനിമ ഞങ്ങൾ എങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ അതുപോലെ തന്നെ എടുക്കാൻ സാധിച്ചു. ഞങ്ങൾ 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇതൊരു സീറോ കോംപ്രമൈസ് അപ്രോച്ചിലൂടെ ചെയ്യപ്പെടേണ്ട സിനിമയാണ് എന്ന് സ്വപ്നം കണ്ടത്. ഇത്രയും ചാലഞ്ചസും ഒബ്സ്റ്റക്കിൾസും തടസ്സങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടും ആ അപ്രോച്ചിൽ ഒരിക്കലും ഒരു ഡൈല്യൂഷൻ ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ഒരുപാട് അഭിമാനമുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഘടകമല്ല. അതെ. ഇവിടേക്ക് വരുമ്പം നമ്മൾ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റിലാണ് ജീവിതത്തിലിരിക്കുന്നതെന്നൊരു ഇൻ്റർവ്യൂവിൽ അടുത്ത് പറഞ്ഞു. ഗർഭിണിയായിരിക്കുക, അമ്മയാകാൻ പോവുക എന്നൊരു ഏറ്റവും സുന്ദരമായ ബ്ലെസ്ഡ് ആയിട്ടുള്ള അനുഭവം. കരിയറിലേക്ക് വരുമ്പം, പ്രൊഫഷനിലേക്ക് വരുമ്പം ഏറ്റവും ബ്ലെസ്ഡ് ആയ ഒരു മൊമെൻ്റ് തന്നെയല്ലേ ആടുജീവിതത്തിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്? യെസ്, ഡെഫിനറ്റ്ലി. ബിക്കോസ് 2018 ഞാൻ ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പം ഐ വോണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. മേ ബി ഐ എം എ സ്മോൾ ഡ്രോപ്പ് ഇൻ ദിസ് ഓഷ്യൻ. പക്ഷേ എന്നാലും ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന, ഇത്രയും ചാലഞ്ചസ് ഫേസ് ചെയ്ത് എടുക്കപ്പെട്ട ഒരു സിനിമയാണിത്. സോ അതെൻ്റെ കരിയറിൽ എപ്പോഴും വെൻ ഐ ലുക്ക് ബാക്ക് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു ചിത്രമാണത്. വെരി വെരി ഹാപ്പി.
രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നുണ്ടെന്ന് ചോദിക്കുക. ശരിക്കും ഇതിനകത്ത് പറയുന്ന പ്രണയം തുടക്കത്തിൽ ഇവർ രണ്ടുപേരും നജീബും സൈനുവും തമ്മിലുള്ള പ്രണയത്തെ അവരടയാളപ്പെടും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നജീബിനെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ആങ്ങളമാർക്ക് അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികളെക്കാൾ കൂടുതൽ നമ്മൾ റെഡിയാക്കണം, നമുക്ക് കാര്യങ്ങൾ ശരിയാക്കണം എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൈനുമുണ്ട്. അതിനുശേഷം ഒറ്റയ്ക്കാവുന്നൊരു സൈനുമുണ്ട്, കാത്തിരിക്കുന്ന സൈനുമുണ്ട്, മൗനമുണ്ടാവുന്ന നിശബ്ദത ആവുന്നൊരു സൈനുമുണ്ട്. അതിനുശേഷം പിന്നീട് രക്ഷപ്പെടൽ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ മരുഭൂമിയിലൂടെ ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പം ഒന്നും പറയാനാകാതെ അവിടെ വേദനയുടെ നിശബ്ദതയല്ല, സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഒരു നിശബ്ദത ഉണ്ടാവുന്ന രണ്ടുപേരുണ്ട്. ബ്ലെസ്സി എന്ന സംവിധായകൻ പ്രണയത്തെ വരച്ചിടുന്നത് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൂടെയാണ്. ഇവിടെ ഈ ജീവിതവും അത് റീലിലേക്ക് വരുമ്പോൾ, സിനിമയിലേക്ക് വരുമ്പോൾ ബ്ലെസ്സി എന്ന സംവിധായകൻ്റെ ഒരു പ്രണയത്തിൻ്റെ ആർട്ട് എത്രത്തോളം വലുതാണ്, സന്തോഷിപ്പിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് പുസ്തകത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇവോൾവ് ചെയ്തിട്ടുള്ളത് സിനിമയിലേക്ക് വരുമ്പോൾ സൈനുവിൻ്റെ ആർക്കും ഇവരുടെ പ്രണയവും തന്നെയാണ്. അതിനൊരു സിനിമാറ്റിക് ഭംഗി എന്നുള്ളതിനുപരി അതിനകത്തൊരു യൂട്ടിലിറ്റി കൂടിയുണ്ട്. കാരണം ഇതൊരു നോൺ ലീനിയർ നറേഷനിൽ പറഞ്ഞു പോകുന്ന സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ആദ്യ പകുതിയിൽ ഈ മരുഭൂമിയുടെ ഈ വരൾച്ചയ്ക്കിടയിൽ ഈ നജീബിൻ്റെ ഓർമ്മകളിലൂടെയാണ് അയാൾ എന്തായിരുന്നുവെന്നും എന്തിനോടൊക്കെ അയാൾ ഒരു വിടവാങ്ങൽ വാങ്ങിയിട്ടാണ് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നതെന്നും പ്രേക്ഷകൻ അറിയുന്നത്. അപ്പോൾ ഇയാളുടെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഓർമ്മകളിലൂടെ വരുന്ന ഈ സെഗ്മെൻറ്റ്സ് ഓഫ് ഫ്ലാഷ് ബാക്ക് ആണ് ശരിക്കും ഈ വരൾച്ചയ്ക്കിടയിലുള്ള നനവായിട്ട് ഈ സിനിമയിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ അയാളെ നിലനിർത്തിയത് അയാളുടെ പ്രചോദനം, തിരിച്ചു പോകണം എന്നുള്ള ത്വര എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തി സൈനു എന്ന് പറയുന്ന ആ ഒരു ബിംബം തന്നെയാണ്. അയാളുടെ ഭാര്യയോടുള്ള പ്രണയം, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം, ഇതൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സസ് ആണ് ഈ സിനിമയിൽ. അത് ഓഫ് കോഴ്സ് ബ്ലെസ്സി ചേട്ടൻ്റെ ലെജൻഡറി പന്തരായൻ സാറിൻ്റെ ശിഷ്യനായ ബ്ലെസ്സി ചേട്ടൻ്റെ ഒരു പ്രണയത്തിൻ്റെ സങ്കല്പങ്ങളുടെ എല്ലാ മാനിഫെസ്റ്റേഷനും ഈ സിനിമയിലുണ്ട്. ശരിക്കും ആ വ്യക്തിയുടെ സൈനുവിൻ്റെ ജീവിതത്തെ കൃത്യമായി പൂർണ്ണമായി ബ്ലെസ്സി ചേട്ടൻ അങ്ങനെ പറഞ്ഞു തന്നിരുന്നോ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ്? കൃത്യമായി വരച്ചിട്ടിരുന്നു. അത് ആക്ച്വലി സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2018-ലാണ്. ഐ തിങ്ക് 2009 ഇവരുടെ ബിഗിനിങ് ഡിസ്കഷൻ തൊട്ടേ ഈ ലവ് സീൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കറക്റ്റ് ക്ലാരിറ്റി ബ്ലെസ്സിയേട്ടനുണ്ടായിരുന്നു. പ്രണയം കൊണ്ട് സൈനു നജീബിൻ്റെ മീശ കടിച്ചെടുക്കുന്നു. ഞാൻ വിചാരിച്ചത് 2018 ഷൂട്ടിങ്ങിന് മുമ്പാണ് ആ സീൻസൊക്കെ എഴുതിയെന്നാണ്. ബട്ട് അങ്ങനെയല്ല. ഈ പടം കൺസീവ് ചെയ്യുമ്പോൾ തൊട്ടേ ഹി ഹാഡ് ക്ലിയർ ഐഡിയ അബൌട്ട് സൈനു ആൻഡ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആൻഡ് സൈനുവിൻ്റെ ക്യാരക്ടർ പെർഫോമൻസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് റെഫറൻസസ് എപ്പോഴും ബ്ലെസ്സി ഏട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഈസി ടു അഡാപ്റ്റ്. പൃഥ്വിരാജ് എന്ന വ്യക്തിയുടെ ശരീരത്തിൽ അദ്ദേഹം ചെയ്ത മാറ്റങ്ങളെക്കുറിച്ചും എടുത്ത കഷ്ടപ്പാടുകളെക്കുറിച്ചും ഒരുപാട് നമ്മൾ കേട്ടു, തങ്ങൾ തന്നെ സംസാരിച്ചു, നമ്മളത് കൃത്യമായി കാണുന്നു, അറിയുന്നു. അതിനപ്പുറത്തേക്ക് നജീബ് എന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ നടത്തിയ ഒരു ഇമോഷണലിയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷണലിയുള്ള ഒരു ഗ്രാഫുണ്ട്. അത് ഏറ്റക്കുറച്ചിലുകളുടെയാണ്. തുടക്കത്തിൽ അയാൾ ഏറ്റവും ചില സമയത്തൊക്കെ അധികം കരുത്തില്ലാത്ത എന്നാൽ ആത്മീയമായി ഭയങ്കര കരുത്തുള്ള ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇമോഷണലിയുള്ള ഒരു ഗ്രാഫ് ഭയങ്കര ഭീകരമാണ്. ആ ഇമോഷണലി ഗ്രാഫ് ഹൃദയത്തിലേക്ക് എടുക്കുക എന്നത് പൃഥ്വിരാജ് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് കൊണ്ടുവരുന്ന മാറ്റങ്ങളെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ലേ? ഈ ശരീരത്തിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ വൈകാരിക തലങ്ങളുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. അല്ലാതെ ഈ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഇസ് ഓൺലി ദി ഇഫക്റ്റ്, ദാറ്റ് ഇസ് നോട്ട് ദ കോസ്. ദ കോസ് ഇസ് വാട്ട് ഹാപ്പൻസ് ടു ഹിം മെൻ്റലി. അപ്പോൾ ഇയാളുടെ ശരീരം ഇങ്ങനെ ശോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് ഭക്ഷണമില്ല, ഭക്ഷണത്തിലേക്കുള്ള ആക്സസ് ഇല്ല, വേണ്ടത്ര വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഉള്ള മീൻസ് ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ശരീരത്തിൽ ഇയാളുടെ ശാരീരികമായ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ കാരണം ഈ മെൻ്റൽ മെറ്റമോർഫോസിസും കൂടിയാണ്. അപ്പോൾ ശരിക്കും ഈ ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പല തലങ്ങളിലുള്ള ഇയാളുടെ അപ്പിയറൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ബ്ലെസ്സി ചേട്ടനും ഞാനും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കംപ്ലീറ്റ് നമുക്കിത് ഈ ടോണിൽ സ്കിൻ പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ മുടി, അതല്ല ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഇയാൾ ഓക്കെ ആദ്യം ചെല്ലുമ്പോൾ ഇത്രയും വെയിൽ അത് കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. ഈ മരുഭൂമിയിലെ വെയിൽ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് അടിക്കുന്ന വെയിൽ മാത്രമല്ല, നമ്മൾ ഈ മണലിൽ നിന്ന് ഇങ്ങനെ റിഫ്ലക്ഷൻ ഉണ്ട് താഴെയാണ്, അത് ഭയങ്കര സ്ട്രോങ് ആണ്. അത് ആക്ച്വലി മരുഭൂമിയിലും ഉണ്ട്, സ്നോയിലും അതേ എഫക്റ്റ് ഉണ്ട്. ഞാൻ സ്നോയിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അതൊട്ടും യൂസ്ഡ് അല്ല. അപ്പോൾ ഇയാൾക്ക് കണ്ണ് തുറക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ അതിനോട് യൂസ്ഡ് ആവുന്നു. ഞാൻ ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു ദിവസം രാത്രിയിലാണ് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ എല്ലാവരും ബ്ലെസ്സി ചേട്ടനും ഒക്കെ ചുറ്റിനുള്ള എല്ലാവരും ഒരുപാട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഒരു ആനിമൽ, ഈ ആടുകളെയൊക്കെ നോക്കുന്ന ഒരു വെദോയിൻ എക്സ്പേർട്ട്, ആനിമൽ എക്സ്പേർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന തമ്മിൽ ഉണ്ടായിരുന്ന ആൾക്കാരിൽ കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരനുണ്ട് ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇത് ഡെസേർട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് സബ് കോൺഷ്യസ്ലി കൾട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ കണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അവരിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി അത് പെർഫോമൻസിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ശരിക്കും നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു മെറ്റമോർഫോസിസിൽ ടുവേർഡ്സ് ദി എൻഡൊക്കെ ആകുമ്പോൾ ഇയാൾക്കൊരു ഓൾമോസ്റ്റ് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ പോലെ ഇങ്ങനെ ഒരു ബ്ലിങ്കിങ് ഉണ്ട്. അത് ഡെസേർട്ടിൽ ഇത്രയും നാൾ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാം ഇങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. അല്ലാതെ ഇന്ന സ്കിൻ ടോൺ, ഇന്ന മുടി എന്നുള്ള ഡിസ്കഷനേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇയാളുടെ ചുറ്റിനുമുള്ള എലിമെൻറ്റ്സ് ഇയാളുടെ ശരീരത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ഇയാളുടെ മനസ്സ് ഇയാളുടെ ശരീരത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ മാനസികമായ ആർക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രൈമറി റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ബ്ലെസ് ചേട്ടനും ഒരു നടൻ എന്ന രീതിയിൽ ഞാനും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന് നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത് കേൾക്കുന്നത് തന്നെയാണ്. എപ്പോഴും പാൻ ഇന്ത്യൻ സിനിമകൾ ഉണ്ടാകുന്നു, ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ആടുജീവിതത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പാൻ ഇന്ത്യൻ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഇൻ്റർനാഷണൽ സിനിമയാണ്. അതിൻ്റെ ഫ്രെയിമുകൾ അങ്ങനെയാണ്, അതിൻ്റെ അഭിനയ രീതി അങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എത്തിപ്പെടുന്നത് അത്ര വലിയൊരു ഇടങ്ങളിലേക്കാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നൊരു കാര്യം. അതുപോലെ തന്നെ AR റഹ്മാൻ ഇതിൻ്റെ ഭാഗമാകുന്നു. ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചൊരു പുസ്തകത്തിൻ്റെ സിനിമയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. 16 വർഷം ബ്ലെസ്സി എന്ന ഏറ്റവും മികച്ച ഡയറക്ടർ ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. ഒരു പ്രതീക്ഷയുടെ ഭാരം വലുതല്ലേ ശരിക്കും? അപ്പോൾ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിന് ഇപ്പോൾ ഈ പാൻ ഇന്ത്യൻ സിനിമകൾ, നമുക്കൊരു പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു നല്ല സിനിമ ഉണ്ടാക്കിയിട്ട് അതിനൊരു നല്ല റിലീസ് നമുക്ക് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് പ്രത്യാശിക്കാനേ കഴിയുള്ളൂ ഈ സിനിമയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാത്തരം ഓഡിയൻസിൻ്റെ ഭാഗങ്ങളിൽ നിന്നും അക്സെപ്റ്റൻസ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇപ്പം ഫ്രെയിമുകൾ മനോഹരമായതുകൊണ്ടൊരു സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്വഭാവമോ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആത്യന്തികമായിട്ട് ഈ കഥ എന്ന് പറയുന്നത് ട്രൂലി ഗ്ലോബൽ സ്റ്റോറിയാണ്. ബിക്കോസ് ദ സ്റ്റോറി സ്പീക്സ് അബൌട്ട് ദ റെസിലിയൻസ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്. അത് ലോകത്തെവിടെയും ഏത് ഭാഷയിലും ഏത് പ്രദേശത്തും നമുക്ക് ആൾക്കാർക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കഥയാണ് ഈ സിനിമയുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഈ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രതീക്ഷയുടെ ഭാരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സത്യത്തിൽ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് കുറച്ചെങ്കിലും ലിബർട്ടി ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുറഞ്ഞ പക്ഷം മലയാളികൾക്കെങ്കിലും എത്തരത്തിലുള്ള സിനിമയായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കഥ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് ട്രൂലി ഒരു ഇഗ്നറൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫിലിം ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലേക്കല്ല ഈ സിനിമ ചെന്ന് എത്തിപ്പെടുന്നത്. ഓഫ് കോഴ്സ് മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ഈ സിനിമയെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളൊരു ചുമതല ഞങ്ങളുടേത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ സിറ്റീസിലും പോയി മീഡിയ എടുത്ത് സംസാരിക്കുന്നതൊക്കെ. പക്ഷേ ഈ സിനിമയുടെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ടീസറാണെങ്കിലും ആദ്യം ലീക്ക് ചെയ്യപ്പെട്ട ഒരു 3 മിനിറ്റ് ഒരു ബിസിനസ് റീലാണെങ്കിലും ഇപ്പോൾ വന്ന പാട്ടാണെങ്കിലും ഒക്കെ തന്നെ ഈ സിനിമ എത്തരത്തിലാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഇതെങ്ങനത്തെ സിനിമയാണെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വളരെ സത്യസന്ധമായ ഒരു ഔട്ട്ലുക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രഷർ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ AR റഹ്മാൻ സിനിമയുടെ ഭാഗമാകുന്ന ഈ അടുത്ത് ഞാനൊരു റീലിൽ കണ്ടത് ചില AR റഹ്മാൻ സിനിമയുടെ ഭാഗമാകുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഹാൻസിമറിനെയും കൂടെ ശ്രമിച്ചിരുന്നു ഈ സിനിമയുടെ ഭാഗമാക്കാൻ. അപ്പോൾ അത്ര വലിയൊരു മ്യൂസീഷ്യനെ, രണ്ടുപേരും ഏറ്റവും വലിയ 2 മ്യൂസീഷ്യനെ ഇതിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു. AR റഹ്മാൻ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എല്ലായിടത്തും നിങ്ങൾക്കൊപ്പം വരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു ഒരു ആത്മീയമായ ഒരു അനുഭവം കൂടെ ഈ സിനിമ പങ്കുവയ്ക്കുന്നുണ്ട്. ബ്ലെസ്സി എന്ന വ്യക്തിയും സംസാരിക്കുന്നുണ്ട്, ഒരു ആത്മീയമായ അനുഭവം ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് AR റഹ്മാനിലേക്കൊക്കെ എത്തിപ്പെടുന്നത്? അവർക്ക് ലഭിച്ചൊരു ആത്മീയമായ അനുഭവം പൃഥ്വിരാജ് എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ അനുഭവം കൂടി ഉണ്ട് അതിനകത്ത്. ഈ സിനിമയുടെ ജേണി, ഇൻഫാക്ട് ഇതിപ്പോൾ ഇത്ര വലിയൊരു യാത്ര ഈ സിനിമയുടെ പിന്നിൽ, ഈ സിനിമ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് ഈ സിനിമയുടെ കഥയും ഈ സിനിമ സൃഷ്ടിക്കുന്നതിൻ്റെ ജേണിയും രണ്ടിനും ഒരു ആത്മീയ തലമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ട്രൂലി ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഇങ്ങനൊരു മനുഷ്യൻ കടന്നുപോയ യാതനകൾ, അദ്ദേഹം അനുഭവിച്ച അനുഭവങ്ങൾ, അദ്ദേഹം ഫൈറ്റ് ചെയ്ത സർക്കംസ്റ്റാൻസസിനെ സിനിമാറ്റിക്കലി റീക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഡീപ്പ് സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാകുക തന്നെ വേണം. ഈ സിനിമയുടെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ഇതൊരു വളരെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ സ്റ്റഡി കൂടിയാണ്. അപ്പോൾ അതിലൊരു സ്പിരിച്വൽ തലം തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏകാന്തതയും നിശബ്ദതയും മാത്രമേ ഉള്ളൂ. മരുഭൂമിയും കാറ്റും മൃഗങ്ങളും ഈ മനുഷ്യനും മാത്രമാണ്. അപ്പോൾ അതിനകത്തൊരു സ്പിരിച്വാലിറ്റിയുടെ എലിമെന്റ് തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ദൈവവിശ്വാസിയാണോ പൃഥ്വിരാജ്? ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും. ഞാൻ ദൈവവിശ്വാസിയാണ്.
ഒരു ലാർജർ പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഈ സിനിമയുടെ ഒരു ചർച്ചകൾ തുടങ്ങിയ സമയത്ത് 2009 കാലഘട്ടത്തിൽ ആദ്യം ബ്ലസ് ചേട്ടനും ഞാനും സംസാരിക്കുന്നത് ഇതിൽ സംഗീതം ആര് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. ഫസ്റ്റ് ഡിസ്കഷൻ മ്യൂസിക് ഡയറക്ടറെ കുറിച്ച് തന്നെയാണ്. കാരണം അന്ന് തന്നെ ബ്ലസ് ചേട്ടൻ ഇതിൽ കണ്ടിരുന്നൊരു വിഷൻ, ആ വിഷനിൽ സംഗീതത്തിന് വലിയ പങ്കുണ്ട് എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നു. അന്ന് പറഞ്ഞ ശരിയാണ്, ഞങ്ങൾ അന്ന് ആഗ്രഹിച്ചിരുന്ന 2 പേരുകൾ AR റഹ്മാൻ അല്ലെങ്കിൽ ഹാൻസ് സിമ്മർ എന്നുള്ളതാണ്. 2 പേരെയും ഇമെയിൽ മുഖാന്തരം ഞങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇൻഫാക്റ്റ് ആദ്യം ഒരു റിപ്ലൈ കിട്ടിയത് ഹാൻസ് സിമ്മറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഏജൻസി എന്നാണ്. പക്ഷേ പിന്നീട് അന്നിപ്പോൾ ഓസ്കാറൊക്കെ കിട്ടിക്കഴിഞ്ഞ് റഹ്മാൻ സാർ എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തേക്ക് ലോസ് ആഞ്ചലസിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണത്. എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടേണ്ടതെന്ന് പോലും കൃത്യമായ ഒരു ധാരണ ഇല്ലാതിരുന്ന സമയമാണ്. ഒടുവിൽ പല രീതികളിൽ പല ആൾക്കാരുടെ സഹായത്തോടു കൂടി റഹ്മാൻ സാറിനെ കണ്ടുമുട്ടാൻ സാധിച്ചു. അപ്പോൾ ഈ ജീനിയസ് എന്ന് പറയുന്നത് അതാണല്ലോ, തൻ്റേതായ ക്രാഫ്റ്റിലുള്ളൊരു പ്രാഗൽഭ്യം മാത്രമല്ല, ഒരു സ്പെഷ്യൽ പീസ് ഓഫ് ആർട്ടിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും ജീനിയസ് തന്നെയാണ്. അപ്പോൾ റഹ്മാൻ സാറുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ, ഒരു അരമണിക്കൂർ 40 മിനിറ്റുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഇത് ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് അദ്ദേഹം ഞാൻ ചെയ്യാം എന്ന് പറയുകയും, സത്യത്തിൽ ആദ്യം റഹ്മാൻ സാറിനെ സമീപിക്കുന്നത് ഒരു പാട്ടും ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്യാനാണ്. ഇന്ന് അദ്ദേഹം ഈ സിനിമയിൽ 4 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഒരു പ്രോമോ സോങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലും ഒരുപാട് ബിറ്റ് സോങ്സ് ഉണ്ടാകും. അത്രയും അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ ഒരു സ്പെഷ്യൽ പീസ് ഓഫ് ആർട്ടിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കോംപ്ലിമെൻ്റ് ആണ്. അദ്ദേഹത്തോട് ബ്ലസ് ചേട്ടനും ഞാനും ഈ സിനിമയുടെ എല്ലാവരും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകം ഞാൻ 2013 ആദ്യം വായിക്കുമ്പോഴും 2024 രണ്ടാമത് വായിക്കുമ്പോഴും നജീബ് എൻ്റെ ഹൃദയത്തിൽ കയറിയതിൻ്റെ ഒരു പടി മുകളിലായി ചിലപ്പോഴൊക്കെ കയറിയത് ഹക്കീമാണ്. നജീബ് അതിനകത്ത് പറയുന്നൊരു വരിയുണ്ട്, ഹക്കീമിൻ്റെ അർബാബിനേക്കാൾ ക്രൂരനാണ്, ഹക്കീം അതിനേക്കാൾ വേദന അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഹക്കീം ഇല്ലാതാകുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഒരു പക്ഷേ 2024 വായിച്ചപ്പോൾ എന്നെ കരയിപ്പിച്ചൊരു സാധനമാണ്. ഹക്കീമിൻ്റെ ജീവിതം, ഗോകുൽ എന്ന വ്യക്തി ആ ജീവിതത്തെ സ്ക്രീനിലെത്തിക്കുന്നു. ആ ഒരു ഗോകുലിൻ്റെ ഒരു ആക്ടിങ് കാര്യം നമുക്ക് അറിയണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു ഹക്കീം നിങ്ങൾക്കിടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? ഈ ബ്ലസ് ചേട്ടൻ ആദ്യം ഇപ്പോൾ ഹക്കീമിനെ കുറിച്ചും ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. പേര്, ഒരുപാട് ആക്ടേഴ്സിൻ്റെ കാര്യം, ഇന്നാരോട് സംസാരിച്ചാലോ എന്നൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ബ്ലസ് ചേട്ടന് എനിക്കും തോന്നിയൊരു കാര്യം, അതായത് നജീബായിട്ട് അഭിനയിക്കുന്ന ആക്ടർ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കണോ, ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയം, കാലയളവ്, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കണോ അത് തന്നെ സഹിക്കേണ്ട അടുത്തൊരു ആക്ടർ ആയിരിക്കണം ആ ക്യാരക്ടർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു മറ്റൊരു ഹീറോയെ സമീപിച്ചാൽ ഒരു പക്ഷേ ഒരു ചിന്ത വന്നേക്കാം, പൃഥ്വിരാജ് ചെയ്യുന്ന എല്ലാം ഞാനും ചെയ്യണം, പക്ഷെ എന്നാലും പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ ലീഡ് എന്ന് പറയുന്നത് ഒരു പക്ഷേ പൃഥ്വിരാജ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഇത്രയും സിനിമകൾ വേണ്ടെന്ന് വെച്ച് ഇത്രയും കാലയളവ് ഈ സിനിമയ്ക്ക് കൊടുത്ത് ഇത്രയും ഞാൻ ഫിസിക്കലി ആൻഡ് മെൻ്റലി ടോർച്ചർ അനുഭവിക്കുന്നത് വർത്താണോ എന്ന് അങ്ങനെ ഒരുപാട് ചിന്തിച്ചതിനൊടുവിലാണ് എന്നാൽ പിന്നെ നമുക്കൊരു പുതിയ ആക്ടറെ കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മളോടൊപ്പം മറ്റ് കമ്മിറ്റ്മെൻറ്റുകൾ ഒന്നുമില്ലാതെ തന്നെ നമുക്കൊപ്പം നിൽക്കുമല്ലോ എന്ന്. പക്ഷേ അയാളൊരു പുതിയ ആക്ടർ ആയതുകൊണ്ട്, അയാൾക്ക് ചെയ്യാൻ മറ്റു സിനിമകൾ ഇല്ലാത്തതുകൊണ്ട് അയാൾ ചെയ്ത പ്രയത്നങ്ങൾ, അയാൾ എടുത്ത എഫർട്ട് ഒട്ടും തന്നെ ചെറുതാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഓഡിയോ ലോഞ്ചിന് പറഞ്ഞത്, ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത കഷ്ടപ്പാടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കേണ്ടത്, ഗോകുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചും കൂടിയാണ് സംസാരിക്കേണ്ടത്. ഗോകുലിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ കോംപ്ലക്സ് ആയ ഒരു ക്യാരക്ടറാണ് ഹക്കീം. അതവൻ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ 120% ഈ സിനിമയോട് അവനെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ എന്നോടൊപ്പം അവൻ ആ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ അവൻ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. അതിനുള്ള എല്ലാ റിവാർഡും അതിനുള്ള എല്ലാ ഗുണവും ആ ആക്ടറിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അത് ഒരു ബ്യൂട്ടിഫുൾ കാര്യമാണ്. സൈനുവിനെ പോലെ തന്നെ അധികമില്ലാതെ പക്ഷേ എല്ലായിടത്തുമുള്ള ഒരു ആൾ തന്നെയാണ് ഹക്കീം. അത് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എപ്പോഴും പൃഥ്വിരാജ് എന്ന വ്യക്തി ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുമ്പം എമ്പുരാനെ പറ്റി ചോദിക്കാതെ വയ്യ. കാരണം അത് ഒരിടയ്ക്ക് ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു, കുറേ കാലം ഞാൻ
ആടുജീവിതത്തിൻ്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇനി അത് നേരെ എമ്പുരാനിലേക്ക് കടക്കും. എൻ്റെ പൊന്നു, എമ്പുരാൻ എന്തായാലും 16 പോലൊന്നും എടുക്കില്ല. ഇല്ല, അത് ഉറപ്പായിട്ടില്ല. എങ്കിലും എമ്പുരാൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എങ്ങനെയാണ്? ലാലേട്ടൻ ഈ ഓഡിയോ ലോഞ്ചിലടക്കം വന്നിരുന്നു. എമ്പുരാൻ നേരത്തെ പറഞ്ഞത് അത് മുണ്ട് മടക്കി ഒരു സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന ഒരു ലാലേട്ടൻ അപ്പുറത്തേക്ക് വേറൊരു ലെവലിലാണ് ലാലേട്ടനെ ആ സിനിമയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. മുണ്ട് മടക്കി കുത്തി സ്റ്റണ്ട് ചെയ്യുന്ന ഒരു ലാലേട്ടൻ ഉണ്ടാവില്ല എന്നേ പറഞ്ഞിട്ട്. ഉണ്ടാവില്ല, അതാണ് അപ്പുറത്തേക്ക് വേറെ ലെവലിലേക്ക് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ. ഓക്കെ, അത് എൻ്റെ ഒരു വഴി. ഓക്കെ, കയ്യിൽ നിന്ന് പോയി. അല്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു ലാലേട്ടൻ ഇല്ല എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഞങ്ങൾ അത് എമ്പുരാന് വേണ്ടി അത്രമാത്രം ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നത്? എനിക്കിപ്പോൾ ശരിക്കും ആ സിനിമയെക്കുറിച്ച് എന്താ പറയണമെന്ന് അറിയില്ല. ഒരു കമേഴ്ഷ്യൽ പടമാണ്. അല്ലാതെ അതിനകത്ത് വേറെ ഇത്തരത്തിലുള്ള സിനിമയിൽ നിന്നും പറയാൻ മാത്രമുള്ളൊരു സവിശേഷത എന്ന സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു വലിയ വിജയമായ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അവരുടേതായ ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചടാ ഇങ്ങനെ മറ്റേ സാധനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് അവർ പ്രതീക്ഷിക്കുന്നൊരു രണ്ടാം ഭാഗമല്ല ഞാൻ എടുക്കുന്നതെന്നൊരു തോന്നൽ എനിക്കുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇല്ല ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനത്തെ സിനിമയാണ് കേട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് സിനിമ റിലീസാവുമ്പോൾ ആൾക്കാർക്ക് അത് എങ്ങനത്തെ സിനിമയാണെന്ന് തോന്നുന്നുവോ അതാണ് ആ സിനിമ. ഈ സിനിമ വിജയിക്കുന്നത് ഇപ്പോൾ ആളുകളുടെ ഹൃദയം കീഴടക്കുന്ന സിനിമയുണ്ട്. ആ സിനിമ ചിലപ്പോൾ സാമ്പത്തികമായി എത്ര വിജയമാകണമെന്നും ഇല്ലാതെയൊക്കെ പോയിട്ടുണ്ട് സിനിമകൾ. പൃഥ്വിരാജിൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം ഒരു സിനിമയുടെ വിജയം അത് ബോക്സ് ഓഫീസ് വിജയത്തിന് തന്നെയാണോ? അതിന് ഏറ്റവും പ്രധാനമായ അടിസ്ഥാനപരമായ കാര്യം അത് തന്നെയാണോ? അടിസ്ഥാനപരമായ കാര്യം അത് തന്നെയാണ്. ഈ ബോക്സ് ഓഫീസ് വിജയം എന്ന് പറയുന്നതിനെ വില കുറച്ച് കാണേണ്ട യാതൊരു കാര്യമില്ല. കാരണം ബോക്സ് ഓഫീസ് വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ആളുകൾ കാണുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി മാത്രമാണ് സിനിമ എടുക്കുന്നത്. ഐ മീൻ മേ ബി മറ്റ് ചില സിനിമകളുണ്ടാവും, ഒക്കെ ഒരു ഫെസ്റ്റിവൽ സർക്യൂട്ട്സിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഡിസൈൻ ചെയ്യുന്ന സിനിമകളുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ അത്യന്തികമായ വിജയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനം ആ സിനിമ വന്ന് കാണുകയും ആ സിനിമയോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് പൈസ, ബോക്സ് ഓഫീസ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് യുവർ പ്രൈമറി ഗോൾ ഇസ് ബീൻ അച്ചീവ്ഡ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ഘടകം തന്നെയാണ്. കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ അനുപമയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഈ സിനിമയുടെ യാത്രയിൽ നല്ലൊരു മനുഷ്യനാവാൻ പറ്റിയിട്ടുണ്ട്, നല്ലൊരു ഇതിനു മുമ്പ് ഞാൻ വളരെ മോശം മനുഷ്യനൊന്നും ആയിരുന്നില്ല. അല്ല, ഒരിക്കലും അല്ല, അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നേ ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അവസാനം നല്ലൊരു ഹസ്ബൻഡ് ആവാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊരു ഇതിൽ നിന്നിരുന്നു. പക്ഷെ നല്ലൊരു മകനാവാൻ പറ്റിയിരുന്നു. അമ്മയുടെ ആശങ്കകൾ വലുതായിരുന്നില്ലേ ആ സമയത്ത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഓരോ ഘട്ടങ്ങളിലും? തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രോസസ്സിലൂടെ ഒരു നടൻ കടന്നു പോകുമ്പോൾ എന്നെ നടനായിട്ട് കാണുക എൻ്റെ കുടുംബത്തിന് വെളിയിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. സുപ്രിയ എന്നെ ഭർത്താവായിട്ടും എൻ്റെ അമ്മ എന്നെ മകനായിട്ടും എൻ്റെ മകൾ എന്നെ അച്ഛനായിട്ടും മാത്രമാണ് കാണുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പല സമയങ്ങളിലും വലിയ സന്ദേഹം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഇത് വേണോ? എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ നന്നായിട്ട് തടി കുറഞ്ഞ് ഭയങ്കരമായിട്ട് മെലിഞ്ഞല്ലോ, ഇനി മതിയല്ലോ, ഇത്ര മെലിഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് എന്നോട്. സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ, അവർക്കുണ്ടാകുന്ന പേടികൾ. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരു ആർട്ടിസ്റ്റാണ്. അമ്മയ്ക്ക് ഒരു പക്ഷേ ഒരു പരിധി വരെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥാപാത്രം നമ്മളെ അത്ര അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി നമ്മളെ തന്നെ ത്യജിക്കുക എന്ന് പറയുന്ന അമ്മയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സുപ്രിയ അത് മനസ്സിലാക്കി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സുപ്രിയ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ തിങ്ക് ഷീ അക്നോളജ് ദ ഫാക്ട് ദറ്റ് ഐ വിൽ ഹാവ് ടു ലെറ്റ് ഹിം ലിവ് ത്രൂ ദിസ്. അതല്ലെങ്കിൽ ഐ വിൽ ഫീൽ ഇൻകംപ്ലീറ്റ് എന്നുള്ളത് മനസ്സിലാക്കി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിന് ഞാൻ ഭാഗ്യം ചെയ്ത ആൾ. അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷം രണ്ടുപേരെയും കാണാൻ പറ്റിയതിൽ. ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ്. ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ. സിനിമയും അതുപോലെ സന്തോഷകരമായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.